നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ടോപ്പ് 10 സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസേ അല്ലേ, ഒരു കുഞ്ഞു ചാപ്റ്ററിൽ നിന്ന് മാക്സിമം ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോയാലോ? ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എപ്പോഴും ചോദിക്കുന്നത് പോലെ തന്നെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദ കോൺസ്റ്റിറ്റ്യൂയൻസ് ഓഫ് ബ്രാസ് ആർ സിങ്ക് ആൻഡ് ഡാഷ്. അതായത് ബ്രാസ് എന്ന് പറഞ്ഞാൽ എന്താ? പിച്ചള. അപ്പോൾ പിച്ചളയിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ക്ലൂ അവർ തന്നെ തന്നിട്ടുണ്ട്. ഒന്ന് എന്താണ്? സിങ്ക് ആണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്കറിയാം സിങ്കും കോപ്പറുമാണ് എന്തിലുള്ളത്? നമ്മളുടെ ബ്രാസിലുള്ളത് അല്ലേ. അപ്പോൾ സിങ്കും ഉണ്ട്, പിന്നെ കോപ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? ചെമ്പാണ്. അപ്പോൾ ചെമ്പും സിങ്കും ആണ് നമ്മളുടെ ആ ബ്രാസ് അല്ലെങ്കിൽ പിച്ചളയിലുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഹാവിൻറ്റ് യു നോട്ടീസ് ദ ക്യാപ്ഷൻ? ഓക്കെ, ഷേക്ക് വെൽ ബിഫോർ യൂസ്. എവിടെയാണ്? സെർട്ടൻ മെഡിസിൻ ബോട്ടിൽസ്, അതായത് ചില കുപ്പിമരുന്നുകളൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ചുമക്കൊക്കെ കുടിക്കുന്ന കുപ്പിമരുന്നുകൾ. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ എഴുതിയിട്ടുണ്ടാവും ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന്. അതായത് നന്നായിട്ട് എന്ത് ചെയ്യണം? നല്ലപോലെ ഇങ്ങനെ കുലുക്കിയിട്ട് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? അത് കഴിക്കാൻ വേണ്ടിയിട്ട്. വിച്ച് ക്ലാസ് ഡസ് ദ സബ്സ്റ്റൻസ് ഇൻ ദം ബിലോങ് ടു? അതായത് ആ ഒരു മെഡിസിൻ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? കൊളോയിഡ് ആണോ, സസ്പെൻഷൻ ആണോ, സൊല്യൂഷൻ ആണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മളോട് പറഞ്ഞാൽ എന്താ? ഒരു ബോട്ടിലിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന്. അതായത് ഷേക്ക് ചെയ്യാൻ പറയുന്നത് എന്താണ്? ഓരോ സാധനങ്ങൾ ഇങ്ങനെ അടിയിൽ അടിഞ്ഞു കൂടുന്നതുകൊണ്ടാണ്. അപ്പോൾ ആരാണോ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത് അവരായിരിക്കും, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള മെഡിസിൻ ആയിരിക്കും ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് എന്ത് പറഞ്ഞത്? നല്ലപോലെ ഷേക്ക് ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതാണ് വരിക അല്ലേ? നമുക്ക് ഈ 3 ഗ്രൂപ്പിൽ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷനിൽ ആരാണ് പാർട്ടിക്കിൾസ് അടിയിൽ സെഡിമെൻ്റ് ചെയ്യുന്ന ആൾക്കാർ? ആരൊക്കെയാണ് മക്കളെ? ഏത് ഗ്രൂപ്പാണ് അല്ലേ? ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചസാര ലായനി അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ, അതൊരിക്കലും ഷുഗർ പോയിട്ട് അടിയിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാറില്ല. ദെൻ കൊളോയിഡ് എന്ന് പറയുമ്പോൾ മിൽക്കിനെ ആലോചിക്കുക, മിൽക്ക് ഒരിക്കലും അടിയിൽ പ്രസിപ്പിറ്റേറ്റ് ഇല്ല. ദെൻ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെളിവെള്ളം, കഞ്ഞിവെള്ളം, പിന്നെ നമ്മുടെ ചോക്ക് പൗഡർ അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യാറുണ്ട്? അത് അടിയിൽ പോയിട്ട് സസ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ സസ്പെൻഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിലായിരിക്കും ആ ഒരു മെഡിസിൻ വരുന്നത്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നെയിം 1 കെമിക്കൽ സബ്സ്റ്റൻസ് ആഡഡ് ടു ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക് ഫോർ ഒബ്റ്റെയിനിങ് സോർ ടേസ്റ്റ്. അതായത് നമുക്കൊരു പുളി രുചി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ഡ്രിങ്ക്സ് ഒക്കെ, സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ എന്താണ്? ഒരു പുളിപ്പാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിക്കുക? ടാട്രസിൻ ആണോ, ഫോസ്ഫോറിക് ആസിഡ് ആണോ, എലൈൽ ഹെക്സനേറ്റ് ആണോ അല്ലേ? പുളിപ്പ് എന്ന് പറയുമ്പോൾ ആസിഡിന് എപ്പോഴും എന്താണ്? ഒരു പുളിപ്പ് രുചിയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആര് വരും? ഫോസ്ഫോറിക് ആസിഡ് ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ആ പുളിപ്പ് രുചിക്ക് കാരണം എന്താണ്? നമ്മൾ ഫോസ്ഫോറിക് ആസിഡ് ആഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ക്ലാസിഫൈ ദ ഫോളോയിങ് മിക്സ്ചർ ഇൻടു ഹോമോജീനസ് ആൻഡ് ഹെറ്ററോജീനസ്. അതായത് ഏകാത്മക മിശ്രിതങ്ങൾ എന്നും ഭിന്നാത്മക മിശ്രിതം എന്നും ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഹോമോജീനസ്, മറ്റേത് ഹെറ്ററോ. ഓക്കെ, ഹോമോജീനസും ഉണ്ട്, ഹെറ്ററോജീനസും ഉണ്ട്. റെഡി? അപ്പോൾ ഇതിൽ ഹോമോജീനസിന് മിസ് 1 എന്ന നമ്പർ കൊടുക്കുകയാണ്, ഹെറ്ററോജീനസിന് 2 എന്ന നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ മക്കൾ നോക്കിയേ, ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹോമോജീനസ് ആണ് അല്ലേ. പഞ്ചസാര ലായനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോമോജീനസ് ആണ്, കാരണം അതിനകത്തുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് പഞ്ചസാര വേറെ, വെള്ളം വേറെ അങ്ങനെ കാണാനും പറ്റില്ല. ഇനി സോൾട്ട് ആൻഡ് സാൻഡ് എന്ന് പറഞ്ഞാൽ സോൾട്ട് സൊല്യൂഷൻ അല്ല ചോദിച്ചത്, സാൻഡ് സൊല്യൂഷൻ അല്ല. സോൾട്ടും സാൻഡും, ഉപ്പും മണലും കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ എന്താ? നമുക്ക് ആ രണ്ടും നല്ല വൃത്തിക്ക് വേറെ വേറെ കാണാം. ഉപ്പിൻ്റെ പാർട്ടിക്കിൾസ് ആയാലും സാൻഡിൻ്റെ പാർട്ടിക്കിൾസും നമുക്ക് വേറെ വേറെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അപ്പോൾ അതെന്താണ്? അതൊരു ഹെറ്ററോജീനസ് മിക്സ്ചറാണ്. അപ്പം മിസ് ഇതെന്താണ്? 2 എന്ന് കൊടുക്കുകയാണ്. ഇനി എയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ? അതിനകത്ത് പാർട്ടിക്കിൾസ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വേറെ, ഓക്സിജൻ വേറെ ആയിട്ട് കാണാൻ പറ്റില്ല. സോ അതൊരു ഹോമോജീനസ് മിക്സ്ചറാണ്. ആൻഡ് ചെളിവെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഹെറ്ററോജീനസ് ആണ് അല്ലേ. അതെന്താണ്? ചെളി അടിയിൽ പോയി കിടക്കും, വെള്ളം മുകളിൽ പോയിട്ട് കിടക്കും. സോ അത് നമ്മുടെ ഹെറ്ററോജീനസ് ആണ്. വായു ഹോമോജീനസ് ആണ്. ഓക്കെ, ഉപ്പും മണലും എന്താണ്? ഹെറ്ററോജീനസ് ആണ്. മിസ് ഇവിടെ 3 എന്ന നമ്പർ ഇട്ട് പോയി. ഓക്കെ, റെഡി? അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നമ്പർ ഇടല്ല വേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഷുഗർ സൊല്യൂഷൻ, ഓക്കെ, ഇവിടെ പിന്നെ എന്താ എഴുതാം നമുക്ക്? എയർ. റെഡി? വായു, പഞ്ചസാര ലായനി. ഇവിടെയാണെങ്കിൽ മഡ്ഡി വാട്ടർ. പിന്നെ നമ്മുടെ സോൾട്ടും സാൻഡും, സോൾട്ട് ആൻഡ് സാൻഡ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ,
എന്താണ് സം ഡീറ്റെയിൽസ് അബൌട്ട് ഹെറ്ററോജീനസ് മിക്സ്ചർ ആർ ഗിവൻ. അപ്പോൾ വീണ്ടും നമ്മുടെ ആ ഒരു ഭിന്നാത്മക മിശ്രിതത്തിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അനലൈസ് ദം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അപ്പോൾ ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ വിശകലനം ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ നോക്കിയാലോ. പാത്ത് ഓഫ് ലൈറ്റ് ഇൻസൈഡ് ദ മിക്സ്ചർ ക്യാൻ ബി സീൻ. അപ്പോൾ എന്താ പറഞ്ഞേ, ഈ ഒരു മിക്സ്ചറിലൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. പാർട്ടിക്കിൾസ് കനോട്ട് സെറ്റിൽ ഡൗൺ. പാർട്ടിക്കിൾസ് അടിയിൽ അടിഞ്ഞു കൂടുന്നില്ല. പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ്. ഫിൽട്രേഷൻ വഴി പാർട്ടിക്കിൾസ് എന്ത് ചെയ്യില്ല, സെപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കുറച്ചൊരു കൺക്ലൂഷനിലേക്ക് എത്താം. നോക്കിക്കേ മക്കളെ, പാത്ത് ഓഫ് ലൈറ്റ് നമുക്ക് എന്താ പറയുന്നത്, ക്യാൻ ബി സീൻ. പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ ആണ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ട്രൂ സൊല്യൂഷൻ അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം ട്രൂ സൊല്യൂഷനിലൂടെ പാത്ത് ഓഫ് ലൈറ്റ് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു, ഇതൊന്നെങ്കിൽ കൊളോയിഡ് ആയിരിക്കും അല്ലെങ്കിൽ സസ്പെൻഷൻ ആയിരിക്കും അല്ലേ. പ്രകാശത്തെ കടത്തി വിട്ടാൽ പാത കാണുവാൻ സാധിക്കും. അപ്പോൾ ഒന്നെങ്കിൽ കൊളോയിഡ് അല്ലെങ്കിൽ സസ്പെൻഷനാണ്. ഇനി പാർട്ടിക്കിൾസ് കനോട്ട് സെറ്റിൽ ഡൗൺ. പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നില്ല അല്ലേ. പാർട്ടിക്കിൾസ് എന്താണ്, അടിയുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം സസ്പെൻഷൻ ആണെങ്കിൽ എന്തായാലും പാർട്ടിക്കിൾസ് അടിയും. അപ്പം നമുക്ക് ഉറപ്പിക്കാം ഇതെന്താണ്, കൊളോയിഡ് ആണെന്ന് ഉറപ്പിക്കാം. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ്. ഫിൽട്രേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല എന്ന്. സസ്പെൻഷൻ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഫിൽട്രേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഇത് ആരാണെന്ന് ഉറപ്പിക്കാം. ഇത് ഓരോരുത്തരും വേറെ വേറെ ആൾക്കാരാണെന്നല്ല പറഞ്ഞത്, ഇതെല്ലാം ഒരാളെ കുറിച്ചുള്ള ക്ലൂ ആണ്. അപ്പോൾ ആരാണ്, വിച്ച് ടൈപ്പ് ഓഫ് മിക്സ്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് എ കൊളോയിഡ്. ഇതെന്താണ്, ഇതൊരു കൊളോയിഡ് ആണ്. ഗിവ് എൻ എക്സാമ്പിൾ ഫോർ ദിസ് മിക്സ്ചർ. ഈ ഒരു ടൈപ്പ് മിക്സ്ചർ നമുക്ക് എക്സാമ്പിൾ എന്താ, നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന നമ്മുടെ സ്വന്തം മിൽക്ക്, നമ്മുടെ സ്വന്തം പാൽ. ഓക്കെ, പാല് ഇതൊരു കൊളോയിഡ് ആണ്, കൊളോയിഡ്. കിട്ടിയില്ലേ മക്കളെ? ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സാമിന് വരിക. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ ഇത് ഏത് അങ്ങനെയും ചോദിക്കാം, ചിലപ്പോൾ ഇതേപോലെ ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ക്ലാസിഫൈ ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഇൻറ്റു ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ. മക്കളെ ഈ ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ ആ ഏരിയയിൽ നിറയെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവരോട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവരെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവരെ 3 ടേബിൾ ആക്കാം അല്ലേ. 3 ആക്കാം. ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ. റെഡി? ഇനി നമുക്ക് ഇവർക്ക് എന്ത് ചെയ്യാം, ഇവർ ഓരോരുത്തരും എവിടെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നോക്കിക്കുക, മഡി വാട്ടർ, ചെളിവെള്ളം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് സസ്പെൻഷനാണ്. അപ്പം എസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഫോഗ്. ഫോഗ് എന്താണ്, ഫോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊളോയിഡാണ്. റെഡി? മൂടൽ മഞ്ഞൊരു കൊളോയിഡാണ്. മിൽക്ക് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഒരു കൊളോയിഡാണ്, പാല് കൊളോയിഡാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്ന സെയിം എക്സാമ്പിൾ ആണ് കേട്ടോ. ഷുഗർ സൊല്യൂഷൻ ഒരു ട്രൂ സൊല്യൂഷനാണ്. പഞ്ചസാര ലായനി ട്രൂ സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും ട്രൂ സൊല്യൂഷനാണ്. മിക്സ്ചർ ഓഫ് ചോക്ക് പൗഡറും വാട്ടറും എന്താണ്, സസ്പെൻഷനാണ്. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ആ സെയിം സാധനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ട്രൂ സൊല്യൂഷൻ നമുക്ക് ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനി വരും, അതേപോലെ തന്നെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇത് രണ്ടും ട്രൂ സൊല്യൂഷനിൽ വരുന്നതാണ്. ഇനി കൊളോയിഡിൻ്റെ അകത്ത് നമുക്ക് ഫോഗ് വരും, മൂടൽമഞ്ഞ്, അതുപോലെ മിൽക്ക്. സസ്പെൻഷൻ്റെ അകത്ത് നമുക്ക് ആരൊക്കെ വരും, മഡി വാട്ടർ, ചെളിവെള്ളം, അതേപോലെ തന്നെ നമ്മുടെ ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ. ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ. റെഡിയല്ലേ? ഇത്രയും ആൾക്കാരാണ് നമ്മളിങ്ങനെ ടേബിൾ തന്നു കഴിഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യേണ്ടത്. 3 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ സിമ്പിളായിട്ട് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ 3 മാർക്സ് കിട്ടില്ലേ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. സം സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൻ ബിലോ, പിക്ക് ഔട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് സ്യൂട്ടബിൾ ഫോർ ട്രൂ സൊല്യൂഷൻ. അപ്പോൾ ഇതിൽ എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ട. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതിൽ ട്രൂ സൊല്യൂഷന് അതിന് ആപ്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ചൂസ് ചെയ്യാനാണ്. ഇഫ് ആൻ ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റ് പാസ്റ്റ്, ദ പാത്ത് ഓഫ് ലൈറ്റ് ബിക്കം വിസിബിൾ. പാത്ത് ഓഫ് ലൈറ്റിലെ പ്രകാശബീമം കടത്തി വീണു പ്രകാശത്തിൻ്റെ പാത കാണാൻ സാധ്യമാകുന്നു. നമുക്ക് ഒരിക്കലും ട്രൂ സൊല്യൂഷനിലെ പ്രകാശപാത സാധ്യമാകില്ല. അപ്പോൾ ഇതെന്തായിരിക്കും, ഇത് കൊളോയിഡ് അല്ലെങ്കിൽ സസ്പെൻഷൻ്റെതാണ് അല്ലേ, കൊളോയിഡ് അല്ലെങ്കിൽ സസ്പെൻഷനാണ്. അപ്പോൾ നമുക്കതല്ല, നമുക്ക് വേണ്ട ട്രൂ സൊല്യൂഷൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കോമ്പണൻസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ യൂസിങ് ഫിൽട്ടർ പേപ്പർ അല്ലേ. നമുക്ക് ഒരിക്കലും ട്രൂ സൊല്യൂഷൻ്റെ കോമ്പണൻസ് ഫിൽട്ടർ പേപ്പർ വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മളുടെ ട്രൂ സൊല്യൂഷന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് അരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കണികകളെ വേർതിരിച്ചരിക്കാൻ പറ്റുന്നില്ല. ദ സബ്സ്റ്റൻസ് സെറ്റിൽ ഡൗൺ ഓൺ സ്റ്റാൻഡിങ് ഫോർ സം ടൈം. അത് ആരുടെയാണ്, സബ്സ്റ്റൻസ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സസ്പെൻഷനാണ്.
അല്ലെ, കൊളോയിഡിലും അങ്ങനെ അടിയില്ല. ഇനി അടുത്തത്, ഇഫ് എൻ ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റ് ഇസ് പാസ് ദ പാത്ത് ഓഫ് ലൈറ്റ് ഡസ് നോട്ട് ബിക്കം വിസിബിൾ. നമുക്ക് പ്രകാശത്തിൻ്റെ പാത കാണാൻ പറ്റൂലാണ് അല്ലേ. കൊളോയിഡിലും കാണാം, സസ്പെൻഷനിലും കാണാം, പക്ഷേ ഇതിൽ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ ട്രൂ സൊല്യൂഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ ട്രൂ സൊല്യൂഷന് വേണ്ടിയിട്ടുള്ളത്. അതിനതിൻ്റെ മാർക്സ് നോക്കിക്കേ, 2 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചില മിശ്രിതങ്ങൾ തന്നിരിക്കുന്നു, ഇവയെ യഥാർത്ഥ ലൈനി, ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ എന്നിങ്ങനെ തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കിക്കേ മക്കളെ, നമ്മളോട് പറഞ്ഞെന്താ? ചെളിവെള്ളം. ചെളിവെള്ളം എവിടെയാണ്? നമ്മുടെ സസ്പെൻഷൻ ആണ് അല്ലേ, മഡ്ഡി വാട്ടർ. ചെളിവെള്ളം ഇസ് എ സസ്പെൻഷൻ. ഓക്കെ. ദെൻ പഞ്ചസാര ലായനി, ട്രൂ സൊല്യൂഷൻ. പഞ്ചസാര ലായനി എന്താണ്? ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ട്രൂ സൊല്യൂഷനാണ്. അടുത്ത നേർപ്പിച്ച കഞ്ഞിവെള്ളം. ഓക്കെ, നേർപ്പിച്ച കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഗെയിൻ എന്താണ്? ഒരു സസ്പെൻഷനാണ്. നേർപ്പിച്ച കഞ്ഞിവെള്ളം, നേർപ്പിച്ച കഞ്ഞിവെള്ളം അതും സസ്പെൻഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൊളോയിഡിന് വേണ്ടിയിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അവർക്കൊന്ന് വിട്ടുപോയതായിരിക്കും. കാരണം 2 മാർക്സിൻ്റെ ആകുമ്പോൾ ആക്ച്വലി 4 ഓപ്ഷൻസ് തരാറുണ്ട്, പക്ഷെ വിട്ടുപോകാതെ പാലുണ്ട്, മിസ് കണ്ടില്ല, മിസ് വിചാരിച്ചാൽ അറിയില്ല, വിട്ടുപോയതാണതേ പാല്. ഓക്കെ, പാൽ ഇവിടെ എഴുതാം നമുക്ക്. ഓക്കെ, പാൽ. അയ്യോ, ഓക്കെ, പാൽ. എല്ലാവരുടെയും മിസ് വിട്ടുപോയെന്നാണ് വിചാരിച്ചത്, പക്ഷേ മിസ്സിന് മാറിപ്പോയതാ. റെഡി? അപ്പോൾ ഷുഗർ സൊല്യൂഷൻ, മിൽക്ക്, മഡ്ഡി വാട്ടർ, ഡൈല്യൂട്ട് റൈസ് വാട്ടർ, ഡൈല്യൂട്ടഡ് റൈസ് വാട്ടർ. കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ വരിക. 2 മാർക്സ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. 2 മാർക്സ് ആണെങ്കിൽ എന്തായാലും ഇതിന് ഓരോന്നിനും ഹാഫ് ആയിരിക്കും. ഇതിന് ഹാഫ്, ഇതിന് ഹാഫ്, ഇതിന് ഹാഫ്. അപ്പോൾ 2 മാർക്സ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സാച്ചുറേറ്റഡ് ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻ ഞാൻ എടുത്തു, ആ സൊല്യൂഷനിൽ എനിക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സൊല്യൂട്ട് ഞാൻ ഡിസോൾവ് ചെയ്തു അല്ലേ. മാക്സിമം സോൾട്ട് ഡിസോൾവ് ചെയ്ത് കിട്ടുന്ന, അല്ലെ മാക്സിമം സൊല്യൂട്ട് അലിയിപ്പിച്ച് കിട്ടുന്നതാണ് ട്രൂ സൊല്യൂഷൻ. ഇനി എനിക്കൊരു സൊല്യൂട്ടിനെ ഇതിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിൻ്റെ മാക്സിമം എത്തി. ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണെങ്കിൽ, ഓക്കെ, ടെമ്പറേച്ചർ ഞാൻ മാറ്റുന്നില്ല, അതായത് ചൂടൊന്നും കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ എനിക്ക് മാക്സിമം ഇടാൻ പറ്റുന്ന സൊല്യൂട്ട് ഞാൻ ഡിസോൾവ് ചെയ്യിച്ചാൽ എനിക്ക് കിട്ടുന്നതാണ് എന്ത്? എൻ്റെ നമ്മുടെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അതിനകത്ത് ഇനി സൊല്യൂട്ട് ഇടാൻ പറ്റില്ല. പക്ഷേ സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് ഇനിയും സൊല്യൂട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ മാക്സിമത്തിലും കൂടുതൽ, എൻ്റെ മാക്സിമം ഇതാണെങ്കിൽ ഞാൻ അതിലും കൂടുതൽ സൊല്യൂട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സൊല്യൂഷനാണ് സൂപ്പർ സാച്ചുറേറ്റഡ്. അപ്പോൾ അതിനെ ഡിസോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ചൂടാക്കി കഴിഞ്ഞാൽ പറ്റും, അല്ലെങ്കിൽ അത് അടിയിൽ അടിഞ്ഞുകൂടും. ഓക്കെ, സോ എന്താണെന്ന് ചോദിച്ചാൽ സൊല്യൂഷൻ ഒബ്റ്റെയിൻ ബൈ ഡിസോൾവിങ് മാക്സിമം എമൗണ്ട് ഓഫ് സോൾട്ട്, അല്ലെങ്കിൽ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്താൽ കിട്ടുന്നതാണ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അതായത് ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ പറ്റും. പക്ഷേ ടെമ്പറേച്ചർ കൂട്ടാതെ എനിക്കൊരു സൊല്യൂഷനിൽ അല്ലെങ്കിൽ ഒരു സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സൊല്യൂട്ട് ഞാൻ ഡിസോൾവ് ചെയ്താൽ എനിക്ക് കിട്ടുന്നതാണ് സാച്ചുറേറ്റഡ്. ഓക്കെ, നിശ്ചിത താപനിലയിൽ ലയിപ്പിക്കാൻ പറ്റുന്ന പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് സൂപ്പർ സാച്ചുറേറ്റഡ്? സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻ മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, അല്ലേ, ആവശ്യത്തിലും കൂടുതൽ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻ മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാൻ ഇറ്റ് ഈസ് റിക്വയർഡ് ടു സാച്ചുറേറ്റ്. അതിനെ പൂരിതമാക്കാൻ ആവശ്യമായതിലും അധികം സൊല്യൂട്ട് അതിനകത്തുണ്ട്. ഓക്കെ, ഇവിടെ എന്ത് പറയുന്നില്ല? ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഇവിടെ പറയുന്നില്ല. കാരണം ടെമ്പറേച്ചർ കൂട്ടിയാൽ മാത്രമേ നമുക്ക് ആവശ്യമായതിലും അധികം അതിനകത്ത് ഡിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്? അപ്പോൾ മക്കൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ നേർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വാട്ടർ ഉണ്ട് അല്ലേ. അപ്പോൾ വാട്ടർ ഉണ്ടെങ്കിൽ എപ്പോഴും വാട്ടർ ആയിരിക്കും സോൾവെൻറ്റ്. അപ്പോൾ ആരാണ് സൊല്യൂട്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് സൊല്യൂട്ട്. ഇനി വാട്ട് ഈസ് മെൻ ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ? എന്താണ് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ഒരു ഫിക്സഡ് എമൗണ്ട് സോൾവെൻറ്റിൽ ഓക്കെ എത്ര സൊല്യൂട്ട് ഇടുന്നു, എമൗണ്ട് ഓഫ് സൊല്യൂട്ടാണ്. ഞാനൊരു 2 gram ആണ് ഇട്ടതെങ്കിൽ 2 gram ആണ് അതിൻ്റെ കോൺസെൻട്രേഷൻ. ഞാൻ 4 gram ഇട്ടാൽ 4 gram ആണ് അതിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ റെഫേഴ്സ് ടു എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്.
ഒരു ഫിക്സഡ് എമൗണ്ട് സോൾവെൻറ്റ്, ഞാനിപ്പോൾ 50 ഗ്രാം എടുത്താൽ 50 ഗ്രാം വെള്ളം, അതിൽ ഞാൻ എത്ര സൊല്യൂട്ട് ആഡ് ചെയ്തു എന്നുള്ളതാണ് 50 ഗ്രാം വെള്ളത്തിൻ്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, ഒരു നിശ്ചിത അളവ് ലായനി ലയിച്ചു ചേർന്ന ലീനത്തിൻ്റെ അളവാണ് ലായനിയുടെ ഗാഢത. ഇനി അടുത്തത് എൻ്റെ മക്കൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാം. ഇനിയുള്ളൊരു ക്വസ്റ്റ്യൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ കമൻറ്റ് ചെയ്യുക. റെഡി? അപ്പോൾ എൻ്റെ മക്കൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ദേ പിടിച്ചോ, നല്ല പോലെ വായിച്ച് നോക്കിയിട്ട് വേണം കമൻറ്റ് ചെയ്യാൻ കേട്ടോ. സം സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു സൊല്യൂഷൻസ് ആർ ഗിവൻ. ഓക്കെ, സൊല്യൂഷൻസ് അല്ലെ ലായനിയുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. കറക്റ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് സെലക്ട് ചെയ്യാം. ഓൾ സൊല്യൂഷൻസ് ആർ ലിക്വിഡ്, ലായനികളെല്ലാം ദ്രാവകങ്ങളാണ്. ഓൾ ട്രൂ സൊല്യൂഷൻസ് ആർ ഹോമോജീനസ് മിക്സ്ചർ, യഥാർത്ഥ ലായനികൾ ഏകാത്മക മിശ്രിതങ്ങളാണ്. സബ്സ്റ്റൻസ് ദാറ്റ് ഇസ് പ്രസൻറ്റ് ഇൻ ഗ്രേറ്റർ ക്വാണ്ടിറ്റി ഇൻ എ സൊല്യൂഷൻ ഇസ് സൊല്യൂട്ട്. ഇതിലേതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ അതും തീർച്ചയായിട്ടും അറിയിക്കാം. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.